മമ്മൂട്ടിയുടെ ഡൊമിനിക് തിയേറ്ററിലെത്തുകയാണ്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു മമ്മൂട്ടി സിനിമ വീണ്ടും വരുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ. ഡൊമിനിക് റിലീസായി ഒരാഴ്ചയ്ക്ക് ശേഷം മോഹൻലാലിന്റെ തുടരും തിയേറ്ററിൽ എത്തുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ 90s ആ എപ്പിക് ബോക്സ് ഓഫീസ് ക്ലാഷ് വീണ്ടും കാണാനുള്ള അവസരം ഇരുവരുടെയും ഫാൻസുകാർക്ക് ലഭിക്കുമെന്ന് കരുതിയെങ്കിലും ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് തുടരും റിലീസ് നീട്ടിവെച്ചു എന്നാണ്. അതോടെ ഫാൻസുകാർ തമ്മിലുള്ള അടി സോഷ്യൽ മീഡിയകളിൽ ആരംഭിച്ചു കഴിഞ്ഞു. മമ്മൂട്ടിയുടെ ഡൊമിനിക് ഒരു നനഞ്ഞ പടക്കമായിരിക്കുമെന്ന് പറഞ്ഞ് ലാൽ ഫാൻസ് കളിയാക്കുമ്പോൾ ആ നനഞ്ഞ പടക്കത്തെ ഭയന്ന് റിലീസ് മാറ്റിവെക്കുന്ന നിങ്ങളെ എന്ത് വിളിക്കണമെന്നാണ് മമ്മൂട്ടി ഫാൻസ് തിരിച്ചു ചോദിക്കുന്നത്. വാലിബന്റെയും ബറോസിന്റെയും കടുത്ത പരാജയത്തിൽ നിന്നും കരകയറേണ്ടത് മോഹൻലാലിന് അനിവാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരു ക്ലാഷ് വേണ്ടെന്ന തീരുമാനത്തിലേക്ക് നിർമ്മാതാക്കൾ എത്തിയത്. മമ്മൂട്ടി കമ്പനി ആകട്ടെ മലയാളത്തിൽ നിർമ്മിച്ച എല്ലാ ചിത്രങ്ങളും കച്ചവടപരമായും കലാപരമായും വിജയം കണ്ടവയാണ്. 100% സക്സസ് റേഷ്യോ ഉള്ള മമ്മൂട്ടി കമ്പനിയുടെ ഡൊമിനിക് വലിയ കൊട്ടിഘോഷങ്ങൾ ഒന്നും ഇല്ലാതെയാണ് തിയേറ്ററിൽ എത്തുന്നത്. എങ്കിലും പ്രതീക്ഷകൾക്കും ഹൈപ്പിനും ഒരു പഞ്ഞവുമില്ല. കാരണം മമ്മൂട്ടി തന്നെ. ഒപ്പം ഗൗതം വാസുദേവ് മേനോനും ഗോകുൽ സുരേഷും ചേരുമ്പോൾ അത് ഇരട്ടിക്കുന്നുമുണ്ട്. 90കളിൽ അവർ മലയാള സിനിമയുടെ അമരത്തേക്ക് എത്തി. ഇരു കോണിൽ നിന്നും ഇരുവരും കടിഞ്ഞാൻ പിടിക്കാൻ തുടങ്ങിയ അന്നു മുതൽ തുടങ്ങിയതാണ് ഫാൻസുകാർ തമ്മിലുള്ള ഈ പോർവിളികൾ. മമ്മൂട്ടി ഫാൻസ് മമ്മൂട്ടി ടൈംസ് ഇറക്കി മമ്മൂട്ടി സിനിമകളുടെ അപ്ഡേറ്റും ചരിത്രങ്ങളും വായനക്കാരിലേക്ക് എത്തിച്ചപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ ബദലായി മോഹൻലാൽ എന്ന വാരികയും ഇറക്കി. മോഹൻലാലിനെ വെച്ച് ഹിറ്റടിച്ച സംവിധായകർ മമ്മൂട്ടിയെ നായകനാക്കിയും തിരിച്ചും സിനിമകൾ എടുത്തു. ഇരുവരെയും ഒരേപോലെ ഉപയോഗിച്ച ഹിറ്റുകൾ സൃഷ്ടിച്ച സംവിധായകരിൽ ഐ.വി. ശശിയും ജോഷിയും ഫാസിലും മുൻപന്തിയിൽ നിൽക്കുന്നു. മോഹൻലാലിനെ മാത്രം നായകനാക്കി സിനിമ എടുക്കാറുള്ള പ്രിയദർശൻ വരെ മേഘം എന്ന സിനിമയിൽ മമ്മൂട്ടിയെ വെച്ച് പരീക്ഷണം നടത്തി. മമ്മൂട്ടിക്ക് വേണ്ടി എഴുതിയ രാജാവിന്റെ മകൻ, ദേവാസുരം പോലെയുള്ള കഥകൾ മോഹൻലാലിന്റെ ബ്ലോക്ക് ബസ്റ്ററായി മാറുകയും ചെയ്തു. പക്ഷേ അന്ന് ഫാൻ ഫൈറ്റ് സജീവമായിരുന്നെങ്കിലും ഇന്നത്തെ പോലെ വ്യക്തിഹത്യ നടത്തിയും ജാതിയും മതവും തിരികെ കയറ്റിയുമുള്ള അധപതിച്ച ഫാൻ ഫൈറ്റ് ആയിരുന്നില്ല. എന്നാൽ ഇന്ന് കഥ മാറി. കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളികളും പദപ്രയോഗങ്ങളും വർഗീയ പരാമർശങ്ങളും കൊണ്ട് മലയാളത്തിന്റെ അഭിമാനങ്ങളായ ആ രണ്ട് ലെജൻഡുകളെ അപമാനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഫാൻസുകാർ അറിയാനാണ് ഇനിയുള്ള കഥ പറയുന്നത്. വർഷം 1989. മലയാളം സിനിമാ ചരിത്രത്തിലെ സുവർണകാലം. ആ വർഷത്തെ സിനിമകളുടെ ദേശീയ അവാർഡ് നിർണയം നടക്കുകയാണ്. ഫൈനൽ റൗണ്ടിലെത്തിയ 14 ഭാഷകളിലെ 120 ചിത്രങ്ങളിൽ നിന്നും മികച്ച നടനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ജൂറി. 16 പേരുള്ള ജൂറി കമ്മിറ്റി 4 പേരുടെ 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ ഗ്രൂപ്പും 30 സിനിമകൾ വീതം കണ്ടു തീർത്തു. ഓരോ ഗ്രൂപ്പിൽ നിന്നും മികച്ച നടനെ കണ്ടെത്തുകയും അവസാനം വരുന്ന 4 പേരിൽ നിന്നും ചർച്ച ചെയ്തും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ വോട്ടിങ്ങിലൂടെയും ഏറ്റവും മികച്ച നടനെ തെരഞ്ഞെടുക്കുന്ന രീതി ആയിരുന്നു അന്ന് അവർ പിന്തുടർന്നു പോന്നിരുന്നത്. അങ്ങനെ 1989 എന്ന വർഷം റിലീസായ 1500-ലധികം സിനിമകളിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അന്തിമഘട്ടത്തിലെത്തിയ 120 സിനിമകളിൽ നിന്നും മത്സരിച്ച നായക നടന്മാരുടെ അന്തിമ പോരാട്ടത്തിൽ മുഖാമുഖം നിന്നത് 2 പേരായിരുന്നു. രാമപുരത്തെ ഒരു തെരുവിൽ ജീവിതം നഷ്ടപ്പെട്ട സേതുവിനെയും ജീവിത ബന്ധങ്ങളുടെ വിലയറിയാതെ ഒരു ആൺകുഞ്ഞിനെ സ്വന്തമാക്കാനുള്ള മോഹത്തിന്റെ പിറകെ ഇറങ്ങിത്തിരിച്ച ഒടുവിൽ ഒരമ്മയ്ക്ക് മുന്നിൽ തോറ്റുപോയ രാജീവിനെയും പ്രവാസത്തിന്റെ ഉഷ്ണലോകത്തു നിന്നും 1000 പ്രതീക്ഷയുടെ പച്ചപ്പുമായി നാട്ടിലേക്ക് എത്തി തന്റെ സമ്പാദ്യമെല്ലാം നിക്ഷേപിച്ച ബസ് ഓടുന്നതിന് പിറകെ അന്തമില്ലാത്ത ജീവിത പ്രശ്നങ്ങളുമായി ഉരുണ്ടു തുടങ്ങിയ മുരളിയെയും അവതരിപ്പിച്ചുകൊണ്ട് അവസാന റൗണ്ടിലേക്ക് ഓടിയെത്തിയ മോഹൻലാലും മലയനോട് തൊടുത്തു മരിച്ച അച്ഛനും സ്നേഹം പങ്കുവെച്ചപ്പോൾ കൈവിറച്ച ഗുരുനാഥനും പണത്തിനും പൊന്നിനും ഒപ്പം സ്നേഹം തൂക്കി നോക്കി സ്നേഹിച്ച പെണ്ണും സത്യം വിശ്വസിക്കാത്ത ചങ്ങാതിയും തോൽപ്പിച്ച തോൽവികൾ ഏറ്റുവാങ്ങാൻ ഒരു ജന്മം തന്നെ ബാക്കി വെച്ച ചന്തുവിനെയും തന്റെ മുന്നിലുള്ള ജയിൽ മതിൽ എന്ന കാഴ്ചയെ മറയ്ക്കുന്ന വലിയ തടസ്സത്തിന്റെ അപ്പുറം ഉയർന്നു പൊങ്ങുന്ന ഒരു ഉണങ്ങിയ കൊമ്പിന്റെ താഴെ തന്റെ പ്രിയപ്പെട്ടവൾ ഉണ്ടെന്ന വിശ്വാസത്തിൽ അവളെ ശബ്ദം കൊണ്ട് പ്രണയിച്ച ബഷീറിനെയും അനശ്വരമാക്കി ഫൈനൽ സ്പോട്ടിലേക്ക് കുതിച്ചെത്തിയ മമ്മൂട്ടിയും തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡിനും ഇടയിലുള്ള വെറും 600 കിലോമീറ്ററിൽ താഴെയുള്ള ദൂരത്തിനുള്ളിൽ നിന്നും നമുക്ക് ലഭിച്ച 2 മാണിക്യങ്ങൾ. ഇരുവരുടെയും ഫാൻസുകാർ തന്നെയാണ് മലയാള സിനിമയെ ആക്റ്റീവ് ആക്കി നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത്. അത് വിസ്മരിക്കാതെ തന്നെ പറയട്ടെ, നൃത്തവും റൊമാൻസും കോമഡിയും വഴങ്ങില്ലെന്നും 100 കോടി ക്ലബിൽ അംഗമല്ലെന്നും പറഞ്ഞ് മമ്മൂട്ടിയെയും താടി വടിക്കില്ലെന്നും പ്രാദേശിക ഭാഷ വഴങ്ങില്ലെന്നും പറഞ്ഞ് ലാലിനെയും
പരിഹസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞോളൂ. എന്നാൽ കേരളം എന്ന ഈ ഇട്ടാവട്ടം വിട്ടാൽ പുറത്തുള്ളവരോട് തലയുയർത്തി നിങ്ങൾ പറഞ്ഞേക്കണം, ഞങ്ങൾ മമ്മൂക്കയുടെയും ലാലേട്ടന്റെയും നാട്ടുകാരാണെന്ന്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.